ജീവിതം എന്നത് ഒരു ശില്പനിർമ്മാണം പോലെയാണ്. ഓരോ ദിവസവും നമ്മൾ ആരാകണം, എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ നമ്മളിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചുമക്കേണ്ട ഭാരങ്ങളെക്കുറിച്ചും കരുതേണ്ട സ്വപ്നങ്ങളെക്കുറിച്ചും നാം സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ യാത്രയിൽ നമ്മൾ വലിച്ചെറിയേണ്ട അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയുന്ന, നമ്മുടെ ആന്തരിക പ്രകാശത്തെ മറയ്ക്കുന്ന ഇരുണ്ട നിഴലുകളാണ്. നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിലെ അധ്യായങ്ങൾ മനോഹരമാകണമെങ്കിൽ അനാവശ്യമായ കുറിപ്പുകളെയും തിരുത്തലുകളെയും നമുക്ക് അവഗണിച്ചേ മതിയാവൂ. ഓരോ വ്യക്തിയുടെയും വിജയം എന്നത് അവർ സ്വീകരിച്ച തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരി അവർ ധൈര്യത്തോടെ അവഗണിച്ച കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരമുയർത്താൻ നിങ്ങൾ തീർച്ചയായും അവഗണിക്കേണ്ട 8 ശക്തമായ വിഷയകേന്ദ്രീകൃതമായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഒരു ആഴത്തിലുള്ള വിചിന്തനത്തിന് നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്കേറെ പ്രയോജനപ്രദമായി തീരും. ഒന്നാമതായി നാം അവഗണിക്കേണ്ടത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി നാം നടത്തുന്ന അമിതമായ പരിശ്രമങ്ങളാണ്. നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ സന്തോഷത്തിനും മറ്റൊരാളുടെ ലൈക്കോ കമൻറ്റോ അംഗീകാരമോ ആവശ്യമുണ്ടെന്ന ധാരണയാണ് ഏറ്റവും വലിയ കെണി. നമ്മൾ ആരായിരിക്കണം, എന്ത് ധരിക്കണം, എന്ത് പറയണം എന്നതിനെല്ലാം സമൂഹം ഒരളവുകോൽ വെച്ചിട്ടുണ്ട്. ആ അളവുകോലിൽ ഒതുങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തനതായ വ്യക്തിത്വത്തെയാണ് ബലി കഴിക്കുന്നത്. നമ്മൾ നമ്മളായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആധികാരികമായ സന്തോഷം മറ്റൊരാൾ നൽകുന്ന താൽക്കാലിക അംഗീകാരത്തേക്കാൾ 1000 മടങ്ങ് വലുതാണ്. നിങ്ങൾ എത്ര നന്നായി പ്രവർത്തിച്ചാലും, നിങ്ങൾ എത്രമാത്രം നന്മ ചെയ്താലും, നിങ്ങളെ വിമർശിക്കാനും കുറ്റം കണ്ടെത്താനും ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ടാകും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള ഓട്ടത്തിൽ നിന്ന് നമുക്ക് സ്വയം മോചനം നേടാം. നിങ്ങളുടെ സ്വന്തം മൂല്യങ്ങളെയും അന്തർലീനമായ സത്യത്തെയും അടിസ്ഥാനമാക്കി ജീവിക്കാൻ തുടങ്ങുക. അപ്പോൾ മറ്റൊരാളുടെ അംഗീകാരമോ നിരാകരണമോ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കീ മറ്റൊരാളുടെ കയ്യിൽ ഒരിക്കലും കൊടുക്കരുത്. രണ്ടാമതായി നാം അവഗണിക്കേണ്ടത് ഭൂതകാലത്തിലെ പിഴവുകളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചുമുള്ള നിരന്തരമായ ആവലാതിയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു ചങ്ങല പോലെ നമ്മെ ബന്ധിച്ചു നിർത്തുന്നു. ഭൂതകാലം ഒരു പാഠശാലയാണ്, അല്ലാതെ എന്നെന്നും താമസിച്ച് കരയാനുള്ള ഒരിടമല്ല. നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ഒരു നിമിഷം പോലും തിരുത്തി എഴുതാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് പഠിച്ച് നമ്മുടെ ഭാവിക്കൊരു പുതിയ ദിശാബോധം നൽകാൻ നമുക്ക് സാധിക്കും. ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖം നമ്മുടെ ഇന്നത്തെ ഊർജത്തെയും ശ്രദ്ധയെയും കവർന്നെടുക്കുന്നു. അത് നമ്മുടെ വർത്തമാനകാലത്തെ മങ്ങിയതും ഭാരം നിറഞ്ഞതുമാക്കുന്നു. ഓരോ പിഴവുകളും നിങ്ങൾ കൂടുതൽ ശക്തനും കൂടുതൽ വിവേകിയുമാണ് എന്ന് തെളിയിക്കാനുള്ള അവസരങ്ങളായിരുന്നു. സ്വയം ക്ഷമിക്കുക, ആ ചങ്ങല പൊട്ടിച്ചെറിയുക, ഓർമ്മകളെ ഒരു പാഠപുസ്തകമായി മാത്രം കാണുക, അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണമുള്ള ഒരു ഭരണാധികാരിയായി കാണാതിരിക്കുക. നിങ്ങൾ എത്ര തവണ വീണു എന്നത് വിഷയമല്ല, എത്ര തവണ നിങ്ങൾ പഠിച്ചെഴുന്നേറ്റു എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. മൂന്നാമതായി നാം അവഗണിക്കേണ്ടത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായ ആശങ്കകളെയാണ്. ജീവിതം ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. കൊടുങ്കാറ്റിൻ്റെ വരവ് നമുക്ക് തടയാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ആ കൊടുങ്കാറ്റിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനം നമ്മുടേതാണ്. കാലാവസ്ഥ, ഓഹരി വിപണി, മറ്റൊരാളുടെ പെരുമാറ്റം, രാഷ്ട്രീയ സംഭവങ്ങൾ ഇവയൊന്നും നമ്മുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് മാറുന്നവയല്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി വ്യാകുലപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ വിലപ്പെട്ട മാനസിക സമാധാനമാണ് ഹോമിക്കുന്നത്. നമ്മുടെ ഊർജം നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന്, മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പക്ഷേ ആ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിയന്ത്രണം കൈവിട്ടു പോയി എന്ന് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഒരു നിമിഷം ആലോചിക്കുക. ഇതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ആ ചിന്തയെ ഒരു മേഘത്തെ പോലെ കടന്നു പോകാൻ അനുവദിക്കുക.
ഈ അവഗണനയാണ് ആന്തരിക ശാന്തതയുടെ താക്കോൽ. നാലാമതായി, നമ്മുടെ സന്തോഷത്തെ കവർന്നെടുക്കുന്ന നിരന്തരമായ താരതമ്യപ്പെടുത്തലിൻ്റെ വിഷവിത്തിനെയാണ് നാം അവഗണിക്കേണ്ടത്. താരതമ്യം എന്നത് സന്തോഷത്തെ മോഷ്ടിക്കുന്ന കള്ളനാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെയും മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രമാണ്. അതവരുടെ ഹൈലൈറ്റ് റീലാണ്. നമ്മുടെ ജീവിതത്തിലെ അണിയറ കാഴ്ചകളുമായി ആ ഹൈലൈറ്റ് റീലിനെ താരതമ്യം ചെയ്യുന്നത് എത്രമാത്രം അസംബന്ധമായിരിക്കും. ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സമയവും വഴികളും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജീവിതം മറ്റൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേജുകൾ മനോഹരമായി എഴുതുക. മറ്റൊരാളുടെ പുസ്തകത്തിലെ അക്ഷരങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കാതെ സ്വയം പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ഇന്നലെ ആരായിരുന്നു, ഇന്ന് എവിടെയെത്തി എന്ന് മാത്രം വിലയിരുത്തുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മത്സരത്തിലെ പങ്കാളിയാണ്. ഈയൊരു ചിന്തയിലേക്ക് നിങ്ങൾ മാറുമ്പോൾ അസൂയ, നിരാശ, മതിപ്പില്ലായ്മ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളെല്ലാം നിങ്ങളെ വിട്ടകലും. അഞ്ചാമതായി, നമ്മുടെ മനസ്സിൽ എപ്പോഴും സംസാരിക്കുന്ന നെഗറ്റീവ് ചിന്തകളെയും ആന്തരിക വിമർശകൻ്റെ ശബ്ദത്തെയുമാണ് നാം അവഗണിക്കേണ്ടത്. നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, നീ ഒരു പരാജയമാണ്, ഇതൊരു നല്ല ആശയമല്ല തുടങ്ങിയ വിഷമുള്ള വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ആര് നിക്ഷേപിച്ചു? അത് നിങ്ങൾ തന്നെ സ്വയം പറയുന്ന വാക്കുകളാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ വിമർശകൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറാൻ സാധ്യതയുണ്ട്. ഒരു നല്ല സുഹൃത്ത് നിങ്ങളോട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെ ദയയോടെയും സ്നേഹത്തോടെയും നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പഠിക്കണം. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ ഒരു യാഥാർത്ഥ്യമായി കാണാതെ വെറുമൊരു ചിന്തയായി മാത്രം കാണുക. അതിന് ശക്തി നൽകുന്നത് നിങ്ങൾ അവയിൽ വിശ്വസിക്കുമ്പോഴാണ്. ഈ ചിന്തകളെ ചോദ്യം ചെയ്യുക. ഈ ചിന്ത സത്യമാണോ? ഇത് എനിക്ക് സഹായകമാണോ? മിക്കവാറും സമയത്തും അതിൻ്റെ ഉത്തരം അല്ല എന്നായിരിക്കും. ഈ വിമർശനങ്ങളെ മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തിൻ്റെയും പോസിറ്റിവിറ്റിയുടെയും പുതിയ പാതയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ വഴിതിരിച്ചു വിടുക. ആറാമതായി, നമ്മുടെ വ്യക്തിപരമായ അതിരുകളെ തകർക്കുന്ന ഇല്ല എന്ന് പറയാനുള്ള മടിയെയാണ് നാം തീർച്ചയായും അവഗണിക്കേണ്ടത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരാളോട് അതേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളോടും സമയത്തോടും ലക്ഷ്യങ്ങളോടും നിങ്ങൾ ഇല്ല എന്ന് പറയുകയാണ്. നിങ്ങളുടെ സമയം അമൂല്യമാണ്. നിങ്ങളുടെ ഊർജം പരിമിതമാണ്. ഇത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി വെറുതെ പാഴാക്കാനുള്ളവയല്ല. ഇല്ല എന്ന് പറയുന്നത് ഒരു മോശം പെരുമാറ്റമല്ല. അത് നിങ്ങളുടെ സ്വയം ബഹുമാനത്തിൻ്റെയും ആരോഗ്യകരമായ ബന്ധങ്ങളുടെയും പ്രഖ്യാപനമാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ നിങ്ങൾക്ക് അതേ എന്ന് പറയാൻ കഴിയും. ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിച്ച് ആ അതിരുകളെ ബഹുമാനിക്കാൻ ആളുകളെ പഠിപ്പിക്കുക. ഈ അവഗണന നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണമാണ്. ഏഴാമതായി, താൽക്കാലികമായ സുഖത്തിനു വേണ്ടി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആരോഗ്യകരമായ ശീലങ്ങളെ നാം അവഗണിക്കുന്ന പ്രവണതയെയാണ് നാം ഇനി അവഗണിക്കേണ്ടത്. അഥവാ തൽക്ഷണം സന്തോഷം എന്നത് ഒരു മരീചിക പോലെയാണ്. ഒരു പാക്കറ്റ് ജങ്ക് ഫുഡ്, ഉറക്കമില്ലാത്ത രാത്രിയിലെ സോഷ്യൽ മീഡിയ ഉപയോഗം, വ്യായാമം ഒഴിവാക്കുന്നത് ഇവയെല്ലാം ആ നിമിഷം ചെറിയൊരു ആശ്വാസം നൽകിയേക്കാം. എന്നാൽ ഇതിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ താറുമാറാക്കും. നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവ് വസിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദീർഘകാലമായുള്ള സന്തോഷവും ആരോഗ്യകരമായ ജീവിതവും നിലനിർത്താൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. താൽക്കാലികമായ തോന്നലുകളെ അവഗണിച്ചുകൊണ്ട് ഭാവിയിലെ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിക്ഷേപം നടത്തുക. കാരണം നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. എട്ടാമതായി, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി പോലും അടുപ്പിക്കാത്ത, ലക്ഷ്യങ്ങളില്ലാത്ത അലസമായ സമയം ചിലവഴിക്കലിനെ നാം തീർച്ചയായും അവഗണിക്കേണ്ടതുണ്ട്. സമയം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വിഭവമാണ്. അതൊരിക്കലും തിരികെ ലഭിക്കുകയില്ല. സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, അനാവശ്യമായ വീഡിയോ ഗെയിമുകൾ, ലക്ഷ്യമില്ലാത്ത വെബ് സർഫിംഗ് എന്നിവയൊക്കെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കുന്ന നിശബ്ദ കൊള്ളക്കാരനാണ്. ഈ ഡിസ്ട്രാക്ഷൻ ഇക്കോണമി നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്.
നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ആ സ്വപ്നം പൂർത്തിയാക്കാൻ ഓരോ ദിവസവും നിങ്ങൾ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട്? ഈ ചോദ്യം സ്വയം ചോദിക്കുക. സമയം കൊല്ലുന്ന എല്ലാ ശീലങ്ങളെയും ധൈര്യത്തോടെ അവഗണിക്കുക. നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇന്ന് നിങ്ങൾ പാഴാക്കി കളയുന്ന സമയം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വാതിൽ അടയ്ക്കുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ ചർച്ച ചെയ്ത 8 കാര്യങ്ങൾ വെറും പോയിന്റുകൾ മാത്രമല്ല. അവ നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന പുതിയ നിയമങ്ങളാണ്. ഈ 8 ഭാരങ്ങളും വലിച്ചെറിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാളിത്യവും ഏകാഗ്രതയും ഊർജവും വളരെ വലുതായിരിക്കും. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലല്ല, നിങ്ങളുടെ ഭൂതകാലത്തിലുമല്ല, നിങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളിലുമല്ല. നിങ്ങളുടെ സന്തോഷം ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഈ അവഗണനയുടെ പാത തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സത്വത്തെയാണ് കണ്ടെത്താൻ പോകുന്നത്. ഇന്ന് തന്നെ തുടങ്ങുക. ഈ 8ൽ നിങ്ങൾ ആദ്യം അവഗണിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം ഏതാണ്? നിങ്ങളുടെ തീരുമാനങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രചോദനമാവട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പിയാണ്. ആവശ്യമില്ലാത്തതിനെ അവഗണിച്ച് നിങ്ങളുടെ മാസ്റ്റർ പീസ് സൃഷ്ടിക്കുക. നിങ്ങളുടെ യാത്രയിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.